ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് എനിക്ക് തന്നെ തോന്നിയ ഒരു സംഭവമാണ്. അതായത് നമ്മൾ ഷാമ്പൂ ഒക്കെ വാഷ് ചെയ്യുന്നില്ലേ, വീട്ടിൽ ഷാമ്പൂ വാഷ് ആൻഡ് കണ്ടീഷണർ നമ്മൾ ചെയ്യാറുണ്ട്. എപ്പോഴും ഷാമ്പൂ വാഷ് ചെയ്തിരുന്നാലും അതിന് മാച്ചായിട്ടുള്ള ഒരു കണ്ടീഷനിങ് നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോഴേ ഈ കണ്ടീഷനിങ് ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, മിസ്റ്റേക്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ശരിക്കും എല്ലാവരും അങ്ങനെ തന്നെയാണ്, ഞാനുൾപ്പെടെ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് നമ്മളിപ്പോൾ കണ്ടീഷനിങ് ചെയ്യുമ്പോഴത്തേക്കും ഷാമ്പൂ വാഷ് ചെയ്തു, കണ്ടീഷനിങ് ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് അത് പതയില്ലാത്തൊരു സാധനമാണ്, നമ്മുടെ സ്കാൽപ്പിലാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ മുടിയിലാണ് ഇത് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊരു 3 മിനിറ്റ് വച്ചിട്ടാണ് ഈ കണ്ടീഷണർ നമ്മുടെ മുടിയിൽ ഒരു 3 മിനിറ്റ് വച്ചിട്ടാണ് കഴുകാനുള്ളത്. എന്നാലേ അത് നന്നായിട്ട് ഒരു സോഫ്റ്റ്നെസ് കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് നമ്മൾ ശരിക്കും ഷാമ്പൂ വാഷ് ചെയ്യുന്നു, പെട്ടെന്ന് അങ്ങ് കഴുകുന്നു, ഇറങ്ങി വരുന്നു. അപ്പോൾ നമുക്ക് ആ മുടിയിൽ ആ കണ്ടീഷനിങ്ങിൻ്റേതായ ഒരു സംഭവം കിട്ടാറില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമേ കുളിക്കാൻ വേണ്ടിയിട്ട് കയറുമ്പോൾ ആദ്യമേ ബോഡി വാഷ് ചെയ്യാതെ ഹെയർ വാഷ് ചെയ്യുക, അതായത് ഷാമ്പൂ വാഷ് ചെയ്യുക. എന്നിട്ട് ഷാമ്പു ഫുൾ വാഷ് ചെയ്തതിന് ശേഷം കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു ക്ലച്ചറോ എന്തെങ്കിലും വെച്ചിട്ട് മുടി ഒന്ന് കെട്ടിവെക്കുക. മുടി ഒന്ന് ക്ലച്ചറിൽ വെച്ചിട്ട് പിന്നീട്, അതായത് ബോഡി വാഷ് എല്ലാം കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ആ കണ്ടീഷണർ ഒന്ന് വാഷ് ചെയ്ത് കളയുക. അപ്പോഴത്തേക്കും നമ്മൾ ഇത്രയും ഒരു ഡ്യൂറേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു ടൈം, നമ്മൾ കുളി കഴിഞ്ഞ് വരുന്ന ആ ഒരു ടൈമില്ലേ, അത്രയും ടൈം നമുക്ക് ഈ കണ്ടീഷണർ നമുക്ക് മുടിയിൽ തന്നെ കിട്ടും. അപ്പം നന്നായിട്ട് നല്ലൊരു മാസ്ക് ഇട്ട ഒരു ഫീലും തോന്നും, നല്ല സോഫ്റ്റ്നെസ്സും ഉണ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.